ഞാൻ ഈ കുടിക്കുന്നതാണ് സാക്ഷാൽ പേരയ്ക്ക വൈൻ. രുചി എന്താണെന്ന് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു സ്പൂൺ കുടിച്ചത്. എന്നാൽ കുടിച്ചിറക്കിയപ്പോഴോ ഇലക്ട്രിക് ഷോക്ക് ശരീരത്തിലൂടെ കടത്തിവിടുന്നതിന് സമാനമായി എന്തോ ഒരു എഫക്ട്. മൂന്നാറത്തെ കാഴ്ചകളും കണ്ട് കേരളത്തിന്റെ കാർഷിക ഗ്രാമമായ വട്ടവടയിലേക്കാണ് പോകുന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ വട്ടവടയിലെത്താം. പോകുന്ന വഴിയിലായിരുന്നു പാമ്പാടൻ ചോല നാഷണൽ പാർക്ക്. യാത്രയിൽ മുഴുവനും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്നാൽ ചെക്ക് പോസ്റ്റിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന നിർദ്ദേശം ഇതാണ്: അടുത്ത 10 കിലോമീറ്റർ മറ്റെവിടെയും വണ്ടി നിർത്തരുതെന്നാണ്. മുന്നോട്ട് പോയപ്പോഴാണ് കാര്യം തികച്ചും മനസ്സിലായത്. റോഡിന്റെ ഒരു വശം മുഴുവനും ഒരു കൂട്ടം കാട്ടുപോത്ത്. ഉൾക്കാടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നേരെ വട്ടവട എത്തി. ഇവിടത്തെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ചാക്കോച്ചൻ നായകനായ നായാട്ട് സിനിമ കണ്ടിട്ടുണ്ടോ? എന്നാൽ നായാട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾക്ക് മുഖ്യ ലൊക്കേഷൻ സമ്മാനിച്ചൊരു സ്ഥലം കൂടിയാണ് ഇത്. പോകുന്ന വഴിയിൽ നിന്ന് കിട്ടിയ 2 സുഹൃത്തുക്കളാണ് ഈ കാണുന്ന നാഗരാജനും പാർത്ഥിവനും. അങ്ങനെ കുറച്ച് സമയത്തേക്ക് കാർ ഒഴിവാക്കി ഈ ഗ്രാമം മുഴുവനും ഇവർക്കൊപ്പം നടന്ന് കാണാമെന്നുള്ളതായിരുന്നു തീരുമാനം. എന്നാൽ ഈ ഒരു സമയത്ത് വട്ടവട കൃഷി വളരെ കുറവായിരുന്നു. എന്നാൽ വട്ടവട ഈ ഒരു സമയത്ത് സ്പെഷ്യലായി നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു വഴിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ നിൽക്കുന്നതാണ് ഗണപതി അമ്മ. നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ നല്ല മനസ്സുള്ള മറ്റൊരമ്മ. മുന്നേ സൂചിപ്പിച്ചതുപോലെ വട്ടവട ഇപ്പോൾ വിളവെടുപ്പ് സമയമല്ല. എന്നാൽ പോലും അവിടെ അപ്പം ഉണ്ടായിരുന്ന കഴിക്കാൻ പാകത്തിലുള്ള എല്ലാ സാധനങ്ങളും പറിച്ച് ഫ്രഷായി തന്നെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഈ കാണുന്നതാണ് കാട്ടുതക്കാളി. പഴുത്തത് തന്നെ കഴിക്കണം കേട്ടോ, കാരണം കഴിക്കുന്ന സമയത്ത് നല്ല മധുരവും പുളിപ്പും ഒക്കെ ചേർന്നൊരു ടേസ്റ്റാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായി പറിച്ച് കഴിക്കുന്ന ബ്ലാക്ക്ബെറി ആണ്. സീസൺ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഗണപതി അമ്മയുടെ ഫാമിലെ ഓരോ ഐറ്റംസും ഫ്രഷായി പറിച്ച് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഞങ്ങൾക്ക്. ഈ കഴിക്കുന്നത് ഗണപതി അമ്മയുടെ സ്വന്തം ഫാമിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ നല്ല ഓർഗാനിക് ആയിട്ടുള്ള സ്ട്രോബെറി ജാമാണ്. ഇതാണെങ്കിലോ നല്ല ഫ്രഷ് പൈനാപ്പിൾ ജാം. നമ്മളൊക്കെ പലതരത്തിലുള്ള വൈന് കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പേരയ്ക്ക വൈനിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു സ്പൂണാണ് കുടിച്ചത്, പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പോഴോ ഷോക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റുവിടുന്നതിന് സമാനമായിട്ടുള്ള എന്തോ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. എന്തായാലും ഇത് ഞങ്ങളുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. കഴിഞ്ഞിട്ടില്ല, അടുത്ത് തന്നത് സ്ട്രോബെറി വൈൻ ആയിരുന്നു. ഈ കാണുന്നത് പോലെ ഒരു സ്പൂൺ മാത്രമാണ് കുടിച്ചത്. എന്നാൽ പോലും കറക്റ്റായി ആ ഒരു എഫക്ട് കിട്ടുന്നത് നേരെ തലയ്ക്കുള്ളിലാണ്. അങ്ങനെ ആ കുടിച്ച ഓരോ സ്പൂൺ വൈനിന്റെ എഫക്റ്റും അവിടെ തന്നെ ഇരുന്നും കിടന്നുമായി തീർത്തു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാണ് ഗണപതി അമ്മ ഞങ്ങളെ യാത്ര അയച്ചത്. ഇറങ്ങാൻ സമയത്ത് ഒരു പേരയ്ക്ക കൂടെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ വട്ടവട എത്തി. ഇവിടുത്തെ തന്നെ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരെ കണ്ടു. അതുപോലെ ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ യാത്രയും ഓരോ ഓർമ്മകൾ തന്നെയാണ്.